സകലം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ 3 മാസങ്ങൾക്ക് മുന്നേ ഇറക്കിയ മീനുകളുടെ വളർച്ച എത്രത്തോളം ഉണ്ട് എന്ന് കാണിക്കുന്ന ഒരു വീഡിയോ ആണ്. പ്രത്യേകിച്ച് ഒരുപാട് ആളുകൾ എന്നോട് സംശയമായിട്ട് ചോദിച്ചിരുന്നു വാട്ടർ ടാങ്കിൽ മീൻ വളർത്താൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ ഈ വാട്ടർ ടാങ്കിലും നമ്മൾ വലുപ്പം കൂടിയ കുളത്തിലും മീൻ വളർത്തുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം എത്രയെന്ന് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. നമ്മൾ ലോക്ക്ഡൗണിൻ്റെ തൊട്ട് മുന്നേ ഒരു 22-ാം തീയതി 21-ാം തീയതിയൊക്കെ ഇറക്കിയ മീനുകളാണ്. ഇന്നത്തേക്ക് 3 മാസമായി. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ആ കുളത്തിലെ വെള്ളം വറ്റിച്ചിട്ട് അത് എത്രത്തോളം വലുതായിട്ടുണ്ട് എന്നുള്ളത് നോക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങളുടെ സംശയങ്ങൾ, ഈ വളർത്തുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം, വലിയ കുളത്തിലും ടാങ്കിലും വളർത്തുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം നിങ്ങൾക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കുളത്തിൽ വെള്ളം വറ്റിക്കുന്നതിന് വേണ്ടി പൈപ്പ് അതുപോലെ തന്നെ മോട്ടറൊക്കെ റെഡിയാക്കുകയാണ്. പൈപ്പ് മോട്ടറിൽ ഫിറ്റ് ചെയ്യുന്നുണ്ട്. ഇക്കയും കുട്ടികളും എല്ലാവരും കൂടി ചേർന്നിട്ടാണ് അത് ചെയ്യുന്നത്. കുറേ ആളുകൾ ഇതാ വലയൊക്കെ ആയിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇത് റബ്ബർ ചവിട്ടിയാണ്. ഇത് അതിൻ്റെ അടിയിൽ നമ്മൾ കെട്ടി വെക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് പടുതാക്കുളാണല്ലോ, അപ്പോൾ ആ ഷീറ്റ് കീറാതിരിക്കാൻ ആ മോട്ടറിൻ്റെ അടിഭാഗം ഇരുമ്പ് തട്ടിയിട്ട് കീറാതിരിക്കാനാണ് ഇത് ചെയ്യുന്നത്. ഇപ്പോൾ പടുത ഷീറ്റിൽ ചെയ്യുമ്പം ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. അതിൽ കെട്ടിവെച്ചാൽ ഇളകി പോകാതിരിക്കാൻ കെട്ടിവെക്കുന്നത് നല്ലതാണ്, കീറാതിരിക്കാൻ. ഇതാണ് എൻ്റെ പടുതാകുളത്തിലേക്കുള്ള കവാടം. അടിപൊളി കവാടമാണ്. കുട്ടികൾ പെട്ടെന്ന് കയറി പോകാതിരിക്കാനും എന്നാൽ ആവശ്യം ഉണ്ടാകുമ്പോൾ എനിക്ക് അതിലേക്ക് പോകാനും വേണ്ടിയിട്ടുള്ളൊരു കവാടമാണ്. അടിപൊളി കവാടമാണ്. അത് ഞാൻ മാറ്റിവെച്ചു. അപ്പോൾ ഈ കവാടം മാറ്റിയപ്പോൾ തന്നെ ആളുകൾ അതിൻ്റെ ഉള്ളിൽ കയറാൻ തുടങ്ങി. അപ്പോൾ അവരൊക്കെ പിടിച്ച് പുറത്താക്കുകയാണ്. ഇതുകൊണ്ടാണ് ഞാൻ അവിടെ അങ്ങനെ ഒരു ഡോർ സംവിധാനം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് അതിൻ്റെ മുകളിൽ മീൻ ചാടി പോകാതിരിക്കാനുള്ള വലയുണ്ട്, അത് മാറ്റി ഇനി മോട്ടർ അടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും റെഡിയാണ്, വളരെ ആവേശത്തിലാണ് എല്ലാവരും. നമ്മൾ വെള്ളം പുറത്തേക്ക് തള്ളാനുള്ള പൈപ്പാണ്, അതൊന്നായിട്ട് ചുരുണ്ട് കിടക്കുന്നതുകൊണ്ട് നീളത്തിൽ വെക്കുന്നതിന് വേണ്ടി കുട്ടികളുടെ സഹായം തേടിയതാണ്. വളരെ രസകരമായിട്ട് കാര്യങ്ങൾ അവർ കൈകാര്യം ചെയ്യുന്നുണ്ട്. മോട്ടറിലേക്കുള്ള കണക്ഷൻ കൊടുക്കുകയാണ്. അത് ഇക്കയും കുട്ടികളും തന്നെയാണ്. ഇക്കയാണ് കൈകാര്യം ചെയ്യുന്നത്. കാരണം നമുക്ക് ഈ യന്ത്രങ്ങളുടെ പ്രവർത്തനമൊന്നും ശരിക്കും അറിയാത്തതുകൊണ്ട് അത് ഇക്കയാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ മോട്ടർ ഇനി വെള്ളത്തിലേക്ക് ഇറക്കി വെക്കുക എന്നുള്ളതാണ്. അത് അവിടുന്ന് താങ്ങി കൊണ്ടുവന്ന് നമ്മളെ കുളത്തിലേക്ക് ഇറക്കി വെക്കുക, മോട്ടർ ഓൺ ചെയ്യുക, വെള്ളം മുഴുവൻ വറ്റിക്കുക എന്നുള്ളതാണ് ഇനി നമ്മളുടെ അടുത്ത ലക്ഷ്യം. മോട്ടറിൻ്റെ ഫൂട്ട് വാൾവിൽ കച്ചറ അടിഞ്ഞിട്ട് ഫോഴ്സ് കുറയാനും അതുപോലെ ബ്ലോക്ക് ആവാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് ഫൂട്ട് വാൾവ് ചെക്ക് ചെയ്യുന്നത് നന്നാവും. അതുപോലെ തന്നെ മീൻ കുടുങ്ങാതിരിക്കാനൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുളത്തിലെ വെള്ളം അതങ്ങനെ വറ്റി തുടങ്ങുകയാണ്. കുട്ടികളൊക്കെ വളരെ സന്തോഷത്തോടും കൂടി അതുപോലെ ആവേശത്തോടും കൂടി കാത്തിരിക്കുകയാണ് മീനുകളെ കാണുന്നതിന് വേണ്ടി. എല്ലാവരും വളരെ ആവേശത്തിലാണ് കുളത്തിലേക്ക് നോക്കി നിൽക്കുന്നത്. അപ്പോൾ ഈ വെള്ളം ഇങ്ങനെ താഴ്ന്നു വരുമ്പോൾ നമ്മളൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്. അതിലുള്ള കച്ചറൊക്കെ വെള്ളത്തിൽ നന്നായിട്ട് കലങ്ങി ആ മോട്ടറിൻ്റെ ഒപ്പം മോട്ടർ അടിക്കുന്നതിൽ അങ്ങനെ പുറത്തോട്ട് പോയിക്കോളും. അപ്പോൾ കുളം നന്നായിട്ട് വൃത്തിയാവാൻ നന്നാവും. നമ്മളൊന്ന് കോരി നോക്കുകയാണ്. മുഴുവൻ വെള്ളവും വറ്റിയിട്ടില്ല. അടിപൊളി 3 മാസം പ്രായമായ തിലാപ്പികളാണിത്. നമ്മുടെ കുളത്തിലെ തിലാപ്പികൾ. ഇനി നമുക്ക് നോക്കാനുള്ള ടാങ്കത്താണ്. അപ്പോൾ ആദ്യം നമുക്ക് കുളത്തിലെ എല്ലാ മീനുകളെയും ഒന്ന് നോക്കാം. മുഴുവൻ വെള്ളവും നമ്മൾ വറ്റിച്ചിട്ടില്ല. ഇതൊക്കെ അത്യാവശ്യം വലുപ്പമായിട്ടുണ്ട്. 3 മാസമാണ് ഇതിൻ്റെ പ്രായം. ഏതാണ്ടൊക്കെ അതിൽ ചെറുതും ഉണ്ട് കേട്ടോ. ഈ എല്ലാം ഒരേ വലുപ്പമല്ല, അതിൽ ചെറുതും വലുതും ഒക്കെ ഉണ്ട്. എന്നാലും ഒട്ടുമിക്കതും അത്യാവശ്യം വലുപ്പം വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് കാണാൻ പറ്റും. അതൊക്കെ നമുക്ക് ബക്കറ്റിലേക്ക് ആക്കി വെക്കാം. ഒരു കോരയിലും കൂടി കോരി നോക്കുക. വെള്ളം മുഴുവൻ വറ്റിയിട്ടില്ല. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് മോട്ടർ വെച്ച് വലിക്കാൻ പറ്റാത്ത അത്ര വെള്ളം ഇനിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ബക്കറ്റിലേക്ക് എടുത്ത് ഒഴിച്ച് മാറ്റുകയാണ്. അപ്പോൾ അതിന് നേരിട്ട് ഒഴിക്കാതെ ഒരു വല വെച്ച് ആ വെള്ളം അതിലേക്ക് ഒഴിച്ച്, മറ്റെന്താ വെച്ചാൽ നമ്മൾ കോരി ഒറ്റയടിക്ക് ഒഴിച്ച് കളയുമ്പോൾ മീനും അതിൽ കുടുങ്ങാൻ സാധ്യതയുണ്ട്. ചെറിയ മീനുകളെ അതിൽ കാണുന്നുണ്ട്. അപ്പോൾ അതിനാണ് നമ്മളിങ്ങനെ വല വെച്ച് ബക്കറ്റിലേക്ക് മാറ്റിയതിന് ശേഷം ആ വെള്ളം ഒഴിവാക്കുന്ന സംവിധാനം ചെയ്യുന്നത്.
പെട്ടെന്ന് പുതിയ വെള്ളം കുളത്തിൽ നിറച്ചിട്ട് അതിലേക്ക് മീനുകളെ തിരിച്ചു വിടുകയാണ്. അപ്പോൾ മീനുകളൊക്കെ കണ്ടല്ലോ നമ്മൾ, ഒരു അത്യാവശ്യം വലുപ്പമായിട്ടുണ്ട്. 3 മാസമാണ് പ്രായം. എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവന്നിട്ടതാണ്. അന്ന് കൊണ്ടുവന്നിട്ടപ്പോൾ അതിലൊരു കാർപ്പ് പെട്ടിട്ടുണ്ട്. അത് അന്ന് അറിഞ്ഞിട്ടില്ല. ഇപ്പോൾ വെള്ളം പറ്റിയപ്പോഴാണ് നമ്മൾ കാണുന്നത്. കുഞ്ഞുങ്ങളുടെ ഇടയിൽപ്പെട്ട ഒരു കാർപ്പാണ്. അതും കുറച്ചൊക്കെ വലുതായിട്ടുണ്ട്, എന്നാലും വലിയ വലുപ്പമൊന്നും ആയിട്ടില്ല. നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, മോട്ടർ ഇടുന്ന സമയത്ത് ഫുട് വാൾവിൻ്റെ അകത്ത് മീൻ കുടുങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന്. എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. ആ നെറ്റിൻ്റെ അകത്ത് മീൻ വലിഞ്ഞു കുടുങ്ങി ചത്തുപോയി. മുഴുവൻ മീനുകളെയും നമ്മൾ കുളത്തിലേക്ക് തന്നെ ഇട്ടു. വെള്ളവും ഏതാണ്ടൊക്കെ നിറച്ചിട്ടുണ്ട്. മുഴുവൻ നിറച്ചിട്ടില്ല, അതിലേക്ക് ഇപ്പോഴും വെള്ളം തുറന്നിട്ടിട്ടുണ്ട്. ഇതുപോലെ മുകളിൽ നിന്ന് വെള്ളം ചാടിക്കാൻ കാരണം വെള്ളത്തിലെ ഓക്സിജൻ്റെ അളവ് കൂടിക്കോട്ടെ, വെള്ളത്തിലൊരു ഇളക്കൊക്കെ ഉണ്ടായിക്കോട്ടെ എന്നുള്ള നിലക്കാണ്. വെള്ളത്തിൽ എയറേറ്റർ വെച്ചിട്ടുണ്ട്, എയറോക്സി ട്യൂബ് വഴി അതും നടക്കുന്നുണ്ട്. എന്നാലും വെള്ളം നിറക്കുന്ന സമയത്ത് ഇങ്ങനെ ചാടിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഗുണം ചെയ്യും എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് ടാങ്കിലെ മീനും കൂടി എടുത്ത് നോക്കാം. ലിറ്ററിൻ്റെ ഒരു ടാങ്കാണ്. അതിൽ ഞാൻ അക്വേറിയത്തിലൊക്കെ ഉപയോഗിക്കുന്ന മോട്ടറും എയർ സ്റ്റോണും ഉപയോഗിച്ചിട്ട് ഒരു ചെറിയ സംവിധാനം അതിൽ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഞാൻ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന എയറേറ്റർ മോട്ടർ. അപ്പോൾ ഇനി നമുക്ക് ഈ ടാങ്കിൽ മുഴുവൻ വെള്ളവും പുറത്തേക്ക് ഒഴിവാക്കണം. അപ്പോൾ അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് മീനുകളെ കാണാം. ടാങ്കിലെ മീനുകളുടെ വളർച്ച വളരെ കുറച്ച് മീനുകളെ മാത്രമാണ് ഞാനിതിൽ ഇട്ടിട്ടുള്ളൂ. കുളത്തിലെ മീനുകൾക്ക് എന്തെല്ലാം തിന്നാൻ കൊടുത്തിരുന്നു അതൊക്കെ ഞാൻ ഇവർക്കും തീറ്റ കൊടുത്തിട്ടുണ്ട്. ഇവരെയും ഒരു ദിവസം കൊണ്ടുവന്ന് ഇട്ടതുമാണ്. പക്ഷേ വളർച്ചയിലുള്ള മാറ്റം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണിപ്പോൾ അതിൽ ഏറ്റവും വലിയ ഒരു മീനായിട്ട് എനിക്ക് കാണാൻ പറ്റിയത്. അപ്പോൾ ഇത്രയും മാറ്റമുണ്ട് എൻ്റെ അനുഭവത്തിൽ കുളത്തിലും ടാങ്കിലും വളർത്തുന്നതിൽ. അപ്പോൾ ഏതായാലും ഇനി ഞാൻ ആ മീനുകളെ ഈ ടാങ്കിൽ വളർത്താൻ വിടുന്നില്ല. അവരെയും ഞാൻ ആ കുളത്തിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ അതിലുണ്ടായിരുന്ന വാട്ടർ ക്യാബേജും മറ്റ് പായലുകളൊക്കെ ഞാനെടുത്ത് 2 കുളത്തിലേക്കായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ മീനുകൾ ഇവിടെ ഭയങ്കര പിടുത്തം നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരെയും ഞാൻ മീൻ ബക്കറ്റിൻ്റെ ചുറ്റും നിന്ന് ഓടിച്ച് ഇനി അവരെ നേരത്തെ കണ്ട കുളത്തിലേക്ക് ഇറക്കി വിടുകയാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, എൻ്റെ അനുഭവത്തിൽ നീളവും വീതിയും കുറഞ്ഞ കുളത്തിലെ മീനുകളുടെ വളർച്ച എന്ന് പറയുന്നത് നീളവും വീതിയും കൂടിയ കുളത്തിലെ മീനുകളുടെ വളർച്ചയേക്കാൾ കുറവായിരിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടു കുളത്തിലെ മീനിൻ്റെ വലുപ്പം. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ടാങ്കിലെ മീനുകളുടെ വലുപ്പമാണ്. രണ്ടും ഒരേ പ്രായമാണ്, ഒരേ ദിവസം കൊണ്ടുവന്നിട്ട മീനുകളാണ്. പക്ഷേ ഇത് വളരെ ചെറുതാണ്. പക്ഷേ ഈ വലുപ്പമുള്ള മീനുകൾ കുളത്തിലും നമ്മൾ കണ്ടു, എങ്കിലും കൂടുതലും വലിയ മീനുകളാണ്. അപ്പോൾ ഇത് നമുക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ ഇതാണിപ്പോൾ ടാങ്കിൽ അത്യാവശ്യം വലിയ ഒരു മീനുള്ളത്. ഇതിൻ്റെ ഡബിൾ സൈസ്, എൻ്റെ കൈയിൻ്റെ ഫുൾ സൈസിൽ എന്തുണ്ടായിരുന്നു, കുളത്തിലെ മീനുണ്ടായിരുന്നു. പക്ഷേ ഇതതിൻ്റെ പകുതിയേ ഉള്ളൂ, മറ്റേത് ഫുൾ സൈസായിരുന്നു. അപ്പോൾ നല്ല സൈസ് മാറ്റമുണ്ട്. അപ്പോൾ മീനുകൾക്ക് വേണ്ടത് പരപ്പാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ട്. അതായത് നീളം വീതി നീന്തി കളിക്കാനുള്ള സ്ഥലം വേണം എന്നുള്ളതാണ്. ആഴം കൊണ്ട് പ്രത്യേകിച്ച് ഗുണമില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതാണ് ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തന്നതും. ഈ ഒരു ഫിഷ് ഫീഡാണ് ഞാൻ മീനുകൾക്ക് ഒരു നേരം കൊടുത്തിരുന്നത്. എന്നും രാവിലെയാണ് ഈ ഒരു ഫിഷ് ഫീഡ് കൊടുക്കുക. പിന്നെ വൈകുന്നേരങ്ങളിൽ മുരിങ്ങയില, ഡക്ക് വീഡ്, അസോള, വാട്ടർ ക്യാബേജ് പോലുള്ള സാധനങ്ങളൊക്കെ കൊടുത്തിരുന്നു.
3 മാസവും ഞാൻ ഈ ഒരു തരത്തിലാണ് ഇവർക്ക് തീറ്റ കൊടുത്തിരുന്നത്. ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പറയാൻ ശ്രമിച്ചത് അല്ലെങ്കിൽ കാണിച്ച് തന്നത് എൻ്റെ അനുഭവത്തിൽ നിന്നും വലിയ കുളത്തിലും അതുപോലെ തന്നെ ചെറിയ ടാങ്കുകളിലും ഒരേ മീനുകളെ ഒരേ തീറ്റ കൊടുത്ത് വളർത്തിയാൽ ഉണ്ടാകുന്ന വലുപ്പ വ്യത്യാസമാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ ശ്രമിച്ചത്. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്നും വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഈ ചാനലിൽ ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ സകലം.